എടോ പത്രോസേ, താൻ സത്യം പറ, തന്റെ കൂടെ എത്ര പേരുണ്ട്? 1 2 3 4 5. സാറേ, ഞാൻ ചോദിച്ചപ്പോഴും ഇവൻ ഇത് തന്നെയാ പറയുന്നത്. കോൺസ്റ്റബിൾ, ആ ഡോർ ഒന്ന് ക്ലോസ് ചെയ്തേ. അയ്യോ! ആ എടോ പത്രോസേ, ഇനി പറ, തന്റെ കൂടെ എത്ര പേരുണ്ടായിന്? സാറേ, ഞാൻ പറഞ്ഞതല്ലേ എനിക്കറിയില്ലാന്ന്. ഇല്ല സാർ, അവനെ വെറുതെ വിടരുത്, അവന് ചുമ്മാ പറയുവാ. ഇനിയേ താനൊന്നും പറയണ്ട, ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ചോളാം. ഞങ്ങൾക്ക് അത് പറ്റും. ഇനി നീ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ. ഇനി കണ്ടുപിടിച്ചതിന് ശേഷം ഞങ്ങൾ നിന്റെ അടുത്തേക്ക് ഒരു വരവ് കൂടി വരാനുണ്ട്. അപ്പോഴും നീ പറയണം ഇവരറിയില്ലാന്ന്, കേട്ടല്ലോ? മോനെ മനു, അന്റെ ഉമ്മ എവിടെയാണല്ലേ? ആ സൈനാത്ത, അമ്മ വീട്ടിലുണ്ട്. ആ ശരി മോനെ, ഈ എങ്ങോട്ടാ പോണേ? ആ ഞാനേ ഞങ്ങള് രാവിലെ മുതൽ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഹോട്ടൽ വരെ പോയിട്ട് ഫുഡ് വല്ലതും വാങ്ങി വരാന്ന് വിചാരിക്കുക. അല്ലോ, നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലേ? അല്ലന്റെ റബ്ബേ, നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല മോനെ. ഞാനേ പോയിട്ട് കുടിന്ന് കൊണ്ടുവരാം. അയ്യോ, അത് വേണ്ട സൈനാത്ത, ഞാനേ ഇപ്പൊ ഹോട്ടലിൽ പോവാൻ ഇറങ്ങിയതാ. ഞാനേ ഹോട്ടലിൽ തന്നെ വാങ്ങിക്കൊണ്ടുവരാം. ആ എന്നാ ശരി മോനെ, ഈ പോയിട്ട് വാ. സുശീല മോളെ. അമ്മേ, ദാ കുഞ്ഞാപ്പൂന്റെ ഉമ്മുമ്മ വന്ന് വിളിക്കുന്നേ. മോളെ, എനിക്ക് തീരെ വയ്യ, എന്റെ തലയൊക്കെ വേദനിച്ചിട്ട് വയ്യ. നീ അവരോട് പറ അമ്മ എവിടെ കിടന്നുറങ്ങുവാന്ന്. ആ ശരി അമ്മേ. സുശീല മോളെ. ആ ചിഞ്ചി മോളോ? മോളെ, അമ്മ എവിടെ? ഉമ്മുമ്മ അത് പിന്നെ ഇല്ലേ, അമ്മയ്ക്ക് തല വേദനിച്ചിട്ട് വയ്യാന്ന് പറഞ്ഞ അമ്മ കിടന്നുറങ്ങുക. ആ ശരി മോളെ, എന്നാ ഞാനിന്ന് പോയിട്ടേ നാളെ വരാട്ടോ. അയ്യോ മോളെ, നീ ഇപ്പൊ എന്തിനാ കരയുന്നേ? അമ്മേ, നമ്മൾ എത്ര സന്തോഷത്തോടെ ഉണ്ടായിരുന്നതാ. നോക്കിയാ ഇപ്പൊ ആന്റി വന്നിട്ട് നമ്മുടെ എല്ലാം കൊണ്ടുപോയെന്നിട്ട് നോക്ക്, നമ്മുടെ സന്തോഷം അടുക്ക അവര് കൊണ്ടുപോയത്. അമ്മ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോ എനിക്ക് വല്ലാതെ സങ്കടാവുന്നമ്മ. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ലോ അമ്മ. മോളെ കരയാതെ മോളെ, മോള് കരയല്ല കേട്ടാ. എനിക്ക് സങ്കടാവാതിരിക്കോ മോളെ. നിനക്കും വേണ്ടിട്ട്, നിനക്കും നിന്റെ ചേട്ടനും വേണ്ടിട്ട് അമ്മയും അച്ഛനും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശും സ്വർണ്ണവും ഒക്കെ അല്ലേ അവര് കൊണ്ടുപോയത്. അതിന്റെ ഒരു സങ്കടാ മോളെ. അമ്മ ഇങ്ങനെ സങ്കടപ്പെടല്ല അമ്മ. അതെന്തായാലും പോലീസ് പിടിക്കാണ്ടിരിക്കില്ല. പോലീസ് പിടിച്ചിട്ട് നമ്മുടെ സ്വർണവും പണവും ഒക്കെ കിട്ടും. നമ്മ സങ്കടപ്പെടണ്ട. എടോ, താനെങ്ങനെയാ അവിടുന്ന് രക്ഷപ്പെട്ടെ? ഒന്നും പറയണ്ട ചേച്ചി, ഞാനുമെല്ലാം അവിടുന്ന് രക്ഷപ്പെട്ട്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാ അറിഞ്ഞത് ആ വീട്ടിൽ ജോലി ഉണ്ടെന്നൊക്കെ? അത് പിന്നെ ഇല്ലേ, ഒരു ദിവസം ഞാൻ പച്ചക്കറി വാങ്ങാൻ പോയേക്കുമായിരുന്നേ. ആ സമയത്തെ ആ വീട്ടില് ആ പെണ്ണുങ്ങളില്ലേ, അവര് ഏജൻസിക്ക് വിളിച്ചിട്ട് ഒരു വേലക്കാരെ ആവശ്യപ്പെടുന്നത് ഞാൻ കേട്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് കേട്ടിട്ടാകുമ്പല്ലേ അങ്ങനെ നേരെ പോയി. ഓരോ ഭാഗ്യം വരുന്ന വഴിയേ. ആ അതെ അതെ, ആ വീട്ടിൽ ജോലിക്ക് പോയത് കൊണ്ട് നമുക്ക് കുറെ പൈസയും കുറെ സ്വർണ്ണമൊക്കെ കിട്ടി. അല്ല, ഇനി നമ്മൾ എവിടെയാ ഇറങ്ങുന്നത്? നമുക്ക് ഒരു ഹോട്ടലിൽ നിർത്തിക്കാം. രാവിലെ മുതൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശക്കുന്നു. അതെ, എനിക്കും വിശന്നിട്ട് വയ്യ. നമുക്ക് ഒരു റെസ്റ്റോറന്റിൽ നിർത്താം, നല്ല അൽഫാമൊക്കെ കഴിക്കാം. ആ ശരി, നീ നല്ല റെസ്റ്റോറന്റ് കണ്ടാലേ അവിടെ നിർത്തിട്ടാ.